ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് 50 നോമ്പിന്റെ 3-ാമത്തെ ബുധനാഴ്ച. ഇന്ന് സന്ധ്യയ്ക്ക് വായിച്ചു കേട്ട ഏവങ്കേലിയോനിൽ നിന്ന് 2 വാക്യം വായിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം, അതിൻ്റെ 49-50 വാക്യങ്ങൾ. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു, അഥവാ വിലക്കി, അഥവാ മുടക്കി. യേശുദമ്പുരാൻ പറഞ്ഞു, അവനെ തടയണ്ട, എന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ഇവിടെ കർത്താവ് ആരാണ് വലിയവൻ എന്ന് ചോദിച്ചുകൊണ്ട് ശിഷ്യന്മാർക്ക് ഒരു ശിശുവിനെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ ഈ ശിശുക്കളെ പോലെ ആയിത്തീരണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നവൻ, മറ്റുള്ളവരെ കരുതുന്നവൻ, മറ്റുള്ളവർക്ക് മുമ്പിൽ വിനയപ്പെടുന്നവൻ, ദാസനായിരിക്കുന്നവൻ, അവനാണ് ഏറ്റവും വലിയവൻ എന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ശിഷ്യന്മാർ പറയുന്ന ഒരു കാര്യമാണ്, യോഹന്നാൻ പ്രത്യേകിച്ച്, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരുത്തനെ ഞാൻ കണ്ടു. അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഭൂതങ്ങളൊക്കെ പുറത്താക്കി യേശുവിന്റെ നാമത്തിൽ, യേശു ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ വാ. പക്ഷെ അവൻ വന്നില്ല. അപ്പോൾ തന്നെ അവര് പറഞ്ഞു, ഇനി മേലാൽ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കരുത്, ഞങ്ങളാണ് യേശുവിന്റെ ആളുകൾ. അതുകൊണ്ട് നിനക്കിനി അധികാരമൊന്നുമില്ല, അവകാശമൊന്നുമില്ല, നിന്നെ മുടക്കിയിരിക്കുന്നു, വിലക്കിയിരിക്കുന്നു. ഇന്ന് വിലക്കിന്റെയും മുടക്കിന്റെയും ഒക്കെ കാലഘട്ടമാണ്. പലപ്പോഴും നമുക്ക് ഹിതകരമല്ലാത്ത, നമുക്ക് അനുകൂലമല്ലാത്തവരെ എല്ലാം വിലക്കുകയും തടയുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് പറയുന്നത്, എന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന ആരെയും നിങ്ങൾ വിലക്കരുത്, മുടക്കരുത്, അവർ നമുക്ക് അനുകൂലിയല്ലോ. അപ്പോൾ മുടക്കുകളും വിലക്കുകളും ഉണ്ടാക്കുന്നത് ഒരിക്കലും ദൈവീകമല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് കർത്താവിന്റെ ശിഷ്യരായി മാറുന്നത്, അല്ലെങ്കിൽ വലിയവരായി മാറുന്നത്. ഇത് സഭ ഐക്യത്തിന് ഒരു നാന്ദി കുറിക്കേണ്ട ഒരു വാചകമാണ്. സഭകൾ തമ്മിലുള്ള ഐക്യം, അതുപോലെ കൾട്ടുകൾ പോലും നമ്മൾ അംഗീകരിക്കേണ്ടത്. യേശുവിന്റെ നാമത്തിൽ എവിടെയെല്ലാം ആരെല്ലാം പ്രവർത്തിക്കുന്നു അവര് നമ്മുടെ ഭാഗത്താണെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഇവിടെ നാം കാണേണ്ടത്, കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒന്നായി തീരണമെന്നാണ്, എല്ലാവരെയും സ്വീകരിക്കണമെന്നാണ്. എന്നാൽ നമ്മൾ അവരുടെ കൂടെ പോകണമെന്നല്ല, മറിച്ച് അവരെയും കൂടെ ഉൾക്കൊള്ളുവാൻ നാം തയ്യാറാകണം. ഒരുപക്ഷെ അവർ നമ്മുടെ കൂടെ വന്നില്ലായിരിക്കാം, നമ്മുടെ സഭയിൽപ്പെട്ടവരല്ലായിരിക്കാം, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ലായിരിക്കാം, പക്ഷെ അവരൊന്നും മുടക്കാൻ നമുക്ക് അവകാശമില്ല. യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന ആർക്കും മുടക്ക് ഏർപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഓർത്തിരിക്കുക, എല്ലാവരെയും കർത്താവിൽ സ്വീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളണം. അവരും എൻ്റെ ഭാഗത്താണെന്ന് പറയാൻ സാധിക്കണം. എൻ്റെ കർത്താവിന്റെ ശിഷ്യരാണ് അവരും എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ യഥാർത്ഥ യേശുക്രിസ്തുവിന്റെ ശിഷ്യരായി നാം മാറി. അവരാണ് വലിയവർ എന്ന് കർത്താവ് പറയുകയാണ്. ശുശ്രൂഷിക്കുന്നവരാണ് വലിയവര്, വിനയപ്പെടുന്നവരാണ് വലിയവര്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ് വലിയവര്. ശിശുവിന് അറിയില്ല ആരൊക്കെയാണ് തൻ്റെ കൂടെയുള്ളത്, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടത്, ആരൊക്കെയാണ് മുടക്കമുള്ളവർ. ശിശു എല്ലാവരെയും സ്വീകരിക്കുന്നു. അതുപോലെ ആയിരിക്കണം ഒരു ക്രിസ്ത്യാനി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ നമുക്ക് എല്ലാവരെയും സ്വീകരിക്കുവാൻ സാധിക്കട്ടെ. യേശുവിനെ ഉൾക്കൊള്ളുന്ന എല്ലാവരെയും ഒന്നായി കാണുവാൻ സാധിക്കും. അവിടെ നമ്മുടെ ഭാഗത്താണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവമായ കർത്താവേ, അവിടുത്തെ ഹിതപ്രകാരം പ്രവർത്തിക്കുവാൻ, നിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, അവരും എൻ്റെ ഭാഗത്താണെന്ന് ചിന്തിക്കുവാൻ. ഒരുപക്ഷെ എൻ്റെ കൂടെയുള്ളവരല്ലായിരിക്കാം, നിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന ഇവരെയും സ്വീകരിക്കുവാൻ, അങ്ങനെ എല്ലാ
സഭകളും തമ്മിൽ ഒന്നായി തീരുവാൻ, ഒരേ മനസ്സുള്ളവരായി തീരുവാൻ ഒരു ശിശുവിൻ്റെ ഹൃദയം ഞങ്ങൾക്ക് അവിടുന്ന് തരണമേ. അങ്ങനെ ഞങ്ങൾ എന്നാളും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.